Good morning, students. Next topic, water resources. In olden days, three goods were known as free goods: sunlight, water, and air. Now, we know water is not at all a free good, but it's the boon of nature. Without water, we can't. Water is the source of life on earth. It is the only naturally occurring fluid on earth and is called universal solvent. ഭൂമിയിൽ 71% വാട്ടറാണ്. അതിൽ 97% കടൽ വെള്ളമാണ്. 3% മാത്രമേ ഫ്രഷ് വാട്ടർ ഉള്ളൂ. എന്തൊക്കെ വാട്ടർ റിസോഴ്സുകളാണ് നമുക്കുള്ളത്? സീ വാട്ടർ, റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്, നേച്ചുറൽ ലേക്സ് ആൻഡ് പോണ്ട്സ്, റിസർവോയേഴ്സ്, ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റെയിൻ വാട്ടർ. സീ വാട്ടർ ഒന്നും നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് ശുദ്ധീകരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ, അല്ലേ? വാട്ടർ ഈസ് യൂസ്ഡ് ബൈ എവറി ലിവിങ് ഓർഗാനിസം. എല്ലാ ജീവജാലങ്ങളും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്, അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മനുഷ്യനാണ്. എന്തിനൊക്കെയാണ് മനുഷ്യൻ യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വെള്ളം യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് സച്ച് ആസ് ഹൗസ് ഹോൾഡ്, ഇറിഗേഷൻ, ഇൻഡസ്ട്രീസ് എക്സെട്ര. പോപ്പുലേഷൻ ഗ്രോത്ത് ഹാസ് ഇൻക്രീസ്ഡ് വാട്ടർ ഡിമാൻഡ് ഓൺ എർത്ത്. പോപ്പുലേഷൻ കൂടുതൽ ആളുകൾ കൂടുമ്പോൾ ആവശ്യങ്ങളും കൂടും, അല്ലേ? അക്കോർഡിംഗ് ടു UNO, ഒരു മനുഷ്യന് ഒരു ദിവസം ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ടിയുള്ള, ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയുള്ള വെള്ളത്തിൻ്റെ അളവ്, ആവറേജ് അളവ് 50 ലിറ്റേഴ്സാണ്. ഇത് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും വ്യത്യാസം ഉണ്ടാവും. The modern lifestyle increases the water consumption. ഇപ്പോൾ ഒരു വലിയ വീടാണെങ്കിൽ അവർക്ക് ഒരു വലിയ ഗാർഡൻ ഉണ്ടാവും, പോണ്ട് ഉണ്ടാവും, വലിയ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, ബാത്ത് ടബുകൾ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വാട്ടർ, ഈ 50 ലിറ്റേഴ്സ് ഒന്നും ആയിരിക്കില്ല, ഒരുപാട് വാട്ടർ വേണ്ടി വരും, അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്നത് പോലെ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? പക്ഷെ നമ്മളിവിടെ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം അത് വളരെ എക്സ്പെൻസീവാണ്. നെക്സ്റ്റ് ടോപ്പിക്, ഫ്ലഡ്. എന്താ ഫ്ലഡ്? ഇറ്റ്സ് എ കോമൺ വൈഡ് സ്പ്രെഡ് നാച്ചുറൽ ഡിസാസ്റ്റർ. ഇറ്റ് occurs due to water from heavy rainfall, storms, unexpected landslides, sudden release by a dam breakage. Impacts of flood. ബ്രിഡ്ജും ബിൽഡിങ്ങും റോഡ് വേയും കനാലും ഒക്കെ നശിക്കുന്നു, അല്ലേ? കൃഷികൾ നശിക്കുന്നു. അങ്ങനെ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവുന്നു. റോഡിന് നാശനഷ്ടം ഉണ്ടാകുന്നതിലൂടെ ട്രാൻസ്പോർട്ടേഷൻ ലിങ്ക് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഫ്ലഡിലൂടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ രോഗങ്ങൾ പടരുന്നു. ദെൻ സോയിൽ ഇറോഷൻ. നെക്സ്റ്റ് ടോപ്പിക്, ഡ്രോട്ട്. എന്താ ഡ്രോട്ട്? വരൾച്ച, അല്ലേ? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് മന്ത്സ് or years when a region suffers deficiency in its water supply, whether surface or ground water. ഒരു ഏരിയയിൽ കുറേ കാലത്തേക്ക് വാട്ടർ അവൈലബിൾ അല്ലെങ്കിൽ അവിടെ ഡ്രോട്ട് ഉണ്ടാവും. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഡ്രോട്ടിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ നശിപ്പിക്കുന്നതിലൂടെ മഴ പെയ്യുന്നില്ല. ഡീഫോറസ്റ്റേഷൻ, ഗ്ലോബൽ വാർമിംഗ്, സോയിൽ ഇറോഷൻ, ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് വെതർ സൈക്കിൾ സച്ച് ആസ് എൽ നിനോ. എൽ നിനോ ഒരു കാറ്റാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഓവർ ഫാമിംഗ്,
excessive irrigation, poor holding capacity of soil. Impacts of drought. Desertification, famine. ഫാമൻ എന്ന് വെച്ചാൽ സ്കേഴ്സിറ്റി ഓഫ് ഫുഡാണ്, ഫുഡിന് ഉണ്ടാകുന്ന ക്ഷാമമാണ്. ഓക്കെ. ഡസ്റ്റ് സ്റ്റോം, വരണ്ട കാറ്റുണ്ടാവും. ഷോർട്ടേജ് ഓഫ് വാട്ടർ ഫോർ ഇൻഡസ്ട്രിയൽ യൂസസ്, വൈൽഡ് ഫയർ, എക്സെട്ര. Drought have significant environmental, agricultural, health, economic and social consequences. Okay.